നമസ്കാരം. അമേരിക്കയിലെ ടെക്സസ് സംസ്ഥാനത്തെ ഓസ്റ്റിനിൽ ഒരു ബാറിന് പുറത്തുണ്ടായ വെടിവയ്പിൽ ഇന്ത്യൻ വംശജയായ 21 വയസ്സുകാരി സബിത ഷാൻ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. ഭീകരാക്രമണ സാധ്യത സംശയിക്കുന്ന ഈ സംഭവത്തിൽ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓസ്റ്റിനിലെ ബാക്ക്യാർഡ് ബിയർ ഗാർഡൻ എന്ന ബാറിന് പുറത്താണ് അതിഭീകരമായ വെടിവയ്പ് അരങ്ങേറിയത്. സാധാരണഗതിയിൽ തിരക്കേറിയ ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പുലർച്ചെ ഏകദേശം 1:59 ആക്രമി വെടിയുതിർത്തത്. ആ സമയത്ത് ബാറിന് പുറത്തും പരിസരത്തുമായി നിരവധി യുവാക്കളും വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു എന്നത് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. ആക്രമണത്തിന്റെ രീതി വളരെ ആസൂത്രിതമായിരുന്നു എന്നാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രതിയായ എൻറ്റിയാഗ ജയന്റെ ആദ്യം തന്റെ SUV വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ടാണ് ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്തത്. ഇതിനുശേഷം കയ്യിലൊരു റൈഫിളുമായി വാഹനത്തിന് പുറത്തിറങ്ങിയയാൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ആക്രമണം തുടരുകയും ചെയ്തു. സംഭവസ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉടനടി ഇടപെടുകയും അക്രമിയെ പ്രതിരോധിക്കുകയും ചെയ്തു. റൈഫിളുമായി പുറത്തിറങ്ങിയ പ്രതിയെ പോലീസ് വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. ഇയാൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. ഈ ആക്രമണത്തിലാണ് ഇന്ത്യൻ വംശജയായ സബിത ഷാൻ ഉൾപ്പെടെയുള്ളവർക്ക് ജീവൻ നഷ്ടമായതും നിരവധി പേർക്ക് പരിക്കേറ്റതും. ഈ ദാരുണമായ വെടിവയ്പിൽ ആകെ 4 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇതിൽ 3 പേരുടെ വിവരങ്ങൾ ഓസ്റ്റിൻ പോലീസ് ചീഫ് ലിസ ഡേവിസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരിൽ ഇന്ത്യൻ വംശജയായ സബിത ഷാൻ ഉൾപ്പെടുന്നു എന്നത് പ്രവാസി സമൂഹത്തെ വലിയ രീതിയിൽ സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്. സബിതയെ കൂടാതെ ഹാരിങ്ടൺ, ഷാൻ എന്നിവരാണ് കൊല്ലപ്പെട്ട മറ്റു 2 പേർ. 4ാമത്തെയാളെ തിരിച്ചറിയാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കൊല്ലപ്പെട്ട സബിത ഷാൻ ഓസ്റ്റിനിലെ ടെക്സസ് സർവകലാശാലയിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു. പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന സബിത സർവകലാശാലയിലെ സജീവമായ വിദ്യാർത്ഥി നേതാവ് കൂടിയായിരുന്നു. തന്റെ ബിരുദദാന ചടങ്ങിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ അപ്രതീക്ഷിത ദുരന്തം സബിതയുടെ ജീവൻ കവർന്നത്. ഒരു യുവ പ്രതിഭയുടെ അകാലത്തുള്ള വേർപാട് സർവകലാശാല വൃത്തങ്ങളിൽ വലിയ ആഘാതമുണ്ടാക്കി. മരണപ്പെട്ടവരെ കൂടാതെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന 14 പേർക്ക് വെടിയേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും സർവകലാശാല വിദ്യാർത്ഥികളാണെന്നത് സംഭവത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. നിലവിൽ പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുവെന്നാണ് ഏറ്റവും പുതിയ മെഡിക്കൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സെനഗലിൽ നിന്നുള്ള 53-കാരനായ എൻറ്റിയാഗ ജാഗിനെയാണ് ആക്രമണം നടത്തിയത്. ഇയാളെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പോലീസ് വെടിവെച്ചു കൊന്നു. പ്രതിയുടെ വീട്ടിൽ നിന്നും സംഭവ സ്ഥലത്തു നിന്നും ഇറാനിയൻ പതാകയും തീവ്രവാദ സ്വഭാവമുള്ള ചില രേഖകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊരു ആസൂത്രിത ഭീകരാക്രമണമാണോ എന്ന ഗൗരവകരമായ അന്വേഷണത്തിലാണ് FBI. ഈ വാർത്ത ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹത്തെയും അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസികളെയും ഒരുപോലെ ഞെട്ടിക്കുന്നതാണ്, ഭീതിയിലാഴ്ത്തുന്നതാണ്. കൊല്ലപ്പെട്ട സബിത ഷാൻ വെറുമൊരു വിദ്യാർത്ഥി മാത്രമല്ല, ടെക്സസ് സർവകലാശാലയിലെ സജീവമായ വിദ്യാർത്ഥി നേതാവ് കൂടിയായിരുന്നു. ബിരുദം പൂർത്തിയാക്കി ജീവിതത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരമൊരു ദുരന്തം സംഭവിച്ചത് സഹപാഠികൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമുള്ള വേദനയാണ് സമ്മാനിക്കുന്നത്. വിദേശത്ത് ഉന്നത പഠനത്തിന് പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷയെക്കുറിച്ചും ഈ സംഭവം വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിലെ ഗൺ കൾച്ചറും പൊതുസ്ഥലങ്ങളിൽ നടക്കുന്ന വെടിവെപ്പുകളും ഇന്ത്യൻ മാതാപിതാക്കൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്.